Hello students, simplex multipliers matrix ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ. Simplex multipliersന്റെ തിയറി എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മൾട്ടിപ്ലയേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. Cj plus sigma i equal to 1 to m aij pi I equal to 0 for j equal to 1 to m. ഇക്വേഷൻ നമ്പർ B. ഈ ഇക്വേഷൻസിൽ കൺസ്ട്രെയിൻസിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് നെറ്റ് എവാലുവേഷൻസ് ടേബിളിലെ നെറ്റ് എവാലുവേഷൻസ് തന്നെ കോഎഫിഷ്യൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടി എഫിനെ നോൺ ബേസിക് വേരിയബിൾസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച മൾട്ടിപ്ലയേഴ്സ് ആണ് ബൈ 1 ബൈ 2 ബൈ എം. ദേ ആർ കോൾഡ് സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ്. അപ്പോൾ ബൈ 1 ബൈ 2 ബൈ എം ആർ ഡിഫൈൻഡ് ബൈ ദിസ് ഇക്വേഷൻ ബി എന്ന് എഴുതിയാൽ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ആയി. നമ്മളതിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ഇൻ മെട്രിക്സ് ഫോം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിന്റെ മെട്രിക്സ് ഫോം. Simplex multipliers are determined by the equations Cj plus sigma I equal to 1 to aij pi I equal to 0 for j equal to 1 to etc. m. From this we can give pi 1 by 2 pi m in a vector form. അപ്പോൾ നമുക്ക് വേണ്ടത് pi 1 by 2 pi m ആണ്. Therefore we convert these equations into the form sigma I equal to 1 to m aij pi I അതൊരു സൈഡിലാക്കുന്നു. അപ്പോൾ മറ്റേ സൈഡിൽ നമുക്ക് ഈക്വൽ ടു മൈനസ് സി ജെ എന്ന് എഴുതാം. ഈക്വൽ ടു മൈനസ് സി ജെ ഫോർ ജെ ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു എം. ജെ 1 ടു എമ്മിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ദെൻ ഇഫ് വി പുട്ട് ജെ ഈക്വൽ ടു 1 j equal to 1, what will be the result? j1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ j1 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പാൻഡഡ് ഫോം എഴുതാൻ പോവാണ്. j1 കൊടുക്കുകയാണെങ്കിൽ സഫിക്സിൽ രണ്ടാമത്തത് 1 ആയിട്ട് നിൽക്കും. അപ്പോൾ a1 I varies from 1 to a11 pi 1 plus j equal to 1 fixed I equal to 2 a21 pi 2 plus എക്സെട്ര പ്ലസ് എ ജെ 1 ആയിട്ട് നിൽക്കും. എം കൊടുക്കുക. എ എം 1 പൈ എം ഈക്വൽ ടു ജെ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഈക്വൽ ടു മൈനസ് സി 1. ഇതിൽ പുതിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പഴയ ടേബിളിൽ നോക്കുക. അവിടെ നമ്മൾ ചെയ്ത x1ന്റെ കോഎഫിഷ്യൻ്റ് ആണ് ഇപ്പോൾ എടുത്തത്. a11 into pi 1, a21 pi 2, am1 pi m, c1 plus that equal to 0 എന്ന് എഴുതി. അപ്പോൾ ഈക്വൽ ടു മൈനസ് c1 എന്ന് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. j ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ടു മൈനസ് c1. ഇനി രണ്ടാമത്തെ കോഎഫിഷ്യനിൽ അല്ലെങ്കിൽ ഇവിടെ j ഈക്വൽ ടു 2 എന്ന് കൊടുക്കുമ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിക്കോളും. ഇവിടെ j ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ എന്താ വരിക റിസൾട്ട്? j ഈക്വൽ ടു 2. രണ്ടാമത്തെ സഫിക്സ് 2 ആയിട്ട് നിൽക്കും. റൈറ്റ് സൈഡും 2 ആയിട്ട് വരും. അപ്പോൾ ആദ്യത്തെ സഫിക്സ് 1 to m വേരി ചെയ്യും. a12 pi 1 പ്ലസ് a22 pi 2 പ്ലസ് എക്സെട്ര പ്ലസ് am2 pi m j ഈക്വൽ ടു 2. സോ aijയിലെ രണ്ടാമത്തെ സഫിക്സ് 2 ഈക്വൽ ടു മൈനസ് സി ജെ മൈനസ് c2 എക്സെട്ര j1 to m വേരിയേഷൻ. അപ്പോൾ a1 ആദ്യത്തെ സഫിക്സ് 1 തുടങ്ങി m വരെ വരിക. രണ്ടാമത്തത് ഇപ്പോൾ j ഈക്വൽ ടു എമ്മിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. j ഈക്വൽ ടു എമ്മിൽ ഫിക്സ് ചെയ്താൽ a1 pi 1 പ്ലസ് പൈ ഫിക്സ് ചെയ്യുമല്ല a1 to m വരിക. ദെൻ a2 m pi 2 പ്ലസ് എക്സെട്ര പ്ലസ് am I1 to m വേരിയേഷൻ. ജെ എന്ന എം ഫിക്സ് ചെയ്യുക. am പൈ എം ഈക്വൽ ടു മൈനസ് സി ജെ ഈക്വൽ ടു മൈനസ് സി എം എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക.
then you can write this in the matrix form. ഇത്ര എക്സ്പാൻഡ് ആയിട്ട് നിങ്ങൾ നോട്ടിലൊന്നും തന്നിട്ടില്ല. ഇതിനെ നിങ്ങൾക്ക് മെട്രിക്സ് ഫോമിൽ എഴുതാം. π1 π2 πm they can be treated as variables. Then aij's are coefficients. x1 x2 ഒക്കെ എഴുതുന്ന പോലെ π1 π2 π അല്ലെങ്കിലും അതല്ലേ മൾട്ടിപ്ലൈസ് എന്താണെന്നല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് മെട്രിക്സ് ഫോമിൽ a11 a21 റോ എഴുതുന്നെങ്കിൽ എക്സെട്ര m1 coefficient matrix, a12 treating π1 π2 variables, a22 etc, am2, then etc. Last row a1m a2m etc, amm as coefficients, and variable vector π1 π2 etc πm. അങ്ങനെ എഴുതിയാലല്ലേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് കൺഫോമബിൾ ആവുക. റോ ഇൻറ്റു കോളം. അപ്പോൾ a11 by 1 പ്ലസ് a21 by 2 പ്ലസ് എക്സെട്ര am1 πm ഈക്വൽ ടു റൈറ്റ് സൈഡ് ഓരോ ഇക്വേഷനും വേണ്ടി ശരിയാവണമെങ്കിൽ -c1 -c2 എക്സെട്ര -cm എന്ന്. ഇത് ax ഈക്വൽ ടു ബിയുടെ മെട്രിക്സ് ഫോം എക്സ്പാൻഡഡുമായിട്ട് സാമ്യമുണ്ട് എന്നേ ഉള്ളൂ. അതല്ല, ഇതിൻ്റെ a11 a12 എന്നല്ല പോയിരിക്കുന്നു. പിന്നെയും ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സിലെ കോഎഫിഷ്യൻസ് m റോസും n കോളംസുമാണ്. am1 am2 amn അങ്ങനെയായിരുന്നു അവസാനിക്കുന്നത്. ദാറ്റ് വാസ് ആൻ m by n മെട്രിക്സ്, ബട്ട് ദിസ് ഈസ് ആൻ m by m മെട്രിക്സ്. m by m റോസ് ആൻഡ് m കോളംസ്. അപ്പം നമ്മളുടെ പഴയ മെട്രിക്സിലെ മുഴുവൻ കോഎഫിഷ്യൻസിനെ എടുത്തിട്ടില്ല. മാത്രമല്ല a11 a12 a1m a1n വരെയായിരുന്നു എയുടെ ഫസ്റ്റ് റോ. അത് ഇതിൻ്റെ ഫസ്റ്റ് കോളം ആയിട്ട് വന്നു. ആദ്യത്തെ m എലമെന്റ്സേ പരിഗണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് മെട്രിക്സ് എ അല്ല. എയുടെ m by m സബ് മെട്രിക്സ് ആണ്, അതിൻ്റെ ട്രാൻസ്പോസ് ആണ്. ദ m by m സബ് മെട്രിക്സ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ a0. a11 a12 etc a1m ഫസ്റ്റ് റോ, am1 am2 etc amm mth റോ ആയിട്ടുള്ള മെട്രിക്സിനെ അതിൻ്റെ ഒരു സബ് മെട്രിക്സ് എന്നുള്ള നിലയിൽ ഞാൻ a0 എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്നതല്ല, അതിൻ്റെ ട്രാൻസ്പോസിനെയാണ് a0 എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ a0 ട്രാൻസ്പോസ് എടുത്ത് a0 ട്രാൻസ്പോസ് എടുത്താൽ നമ്മുടെ മെട്രിക്സ് ആയി. a0 മീൻസ് വി കൺസിഡർ ദ m by m സബ് മെട്രിക്സ് ഓഫ് എ. a0' ഇൻറ്റു π1 π2 എക്സെട്ര πm ആ വെക്ടറിനെയാണ് പൈ വേരിയബിൾ വെക്ടർ എക്സ്, ഇങ്ങനെ x1 x2 xm എന്ന കോളം വെക്ടർ ആയിട്ട് എഴുതാറില്ല. അപ്പോൾ ഇതിനെ π1 π2 πmനെ ക്യാപിറ്റൽ പൈ എന്ന് ഡിനോട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ്, ഇവിടെയും c1 c2 cn എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യൻ്റ് വെക്ടറിനെ ക്യാപിറ്റൽ സി എന്ന് എഴുതാറുണ്ട്. പക്ഷെ -c എന്ന് എഴുതത്തില്ല, മുഴുവനില്ല, അവിടെ cn വരെ ഉണ്ട്. അതുകൊണ്ട് മൈനസ് ഓഫ് വെക്ടർ സിയുടെ ഒരു പാർട്ട് c0 പാർട്ടാണ് എന്നറിയിക്കാൻ, c മുഴുവനില്ല എന്നറിയിക്കാൻ c0 എന്ന് എഴുതും. The equation can be written in the matrix form as a0' equation b of our above discussion. ഇതാണ് ഇക്വേഷൻ ബി. മുമ്പിലത്തെ ഡിസ്കഷനിൽ ഉണ്ടായിരുന്ന ഇക്വേഷൻ ബി ആണ്. ഇക്വേഷൻ ബി ഓഫ് ദ above discussion can be converted into matrix form and we write a0' pi equal to -c0, where a0' is the a0 is the m by m submatrix. ഫസ്റ്റ് m എലമെന്റ്സ് എല്ലാ റോയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. 1 1 1 2 1n വരെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുത്താണ് സബ്മെട്രിക്സ്. ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ഈസ് റിട്ടൺ ഹിയർ. π1 π2 πm ഉള്ളത് വെക്ടർ പൈ, ആൻഡ് c means c1 c2 etc cn. From there we take the coefficients up to m c0. പക്ഷെ അത് ഓർഡർ തെറ്റിയല്ലേ. cx എന്ന് പറയുമ്പോൾ റോ ഇൻറ്റു കോളം ട്രാൻസ്ഫോം മൾട്ടിപ്ലിക്കേഷന് c റോ വെക്ടർ ആയിരുന്നു. അപ്പോൾ ഇവിടെയും c0ൻ്റെ ട്രാൻസ്പോസ് എടുക്കേണ്ടി വരും. ശരിക്കും c ഒരു റോ വെക്ടർ ആയിരുന്നു, ഇതിപ്പോൾ ഒരു കോളം വെക്ടറാണ്. a0' പൈ ഈക്വൽ ടു -c0' എന്ന് എഴുതി. നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാം, പൈ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ പൈ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പൈനെ ഒരു സൈഡിലും ബാക്കിയുള്ളത് മറ്റേ സൈഡിലേക്ക് പോകണം. പൈ ഈക്വൽ ടു a0' സൈഡ് മാറുമ്പോൾ
വാല്യൂസ് ഒക്കെയാണ് ഡിവൈഡ് ചെയ്യുക. ഇതിപ്പോൾ മെട്രിക്സ് ആണ്. മെട്രിക്സ് സൈഡ് മാറണമെങ്കിൽ ഇൻവേഴ്സ് ആണ്. എ നോട്ട് ഡാഷിന്റെ ഇൻവേഴ്സ്, അങ്ങനെ സൈഡ് മാറാൻ പറ്റുള്ളൂ. ഇവിടെ എ നോട്ട് ഡാഷ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻവേഴ്സ് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, അത് അവിടെ നോക്കിക്കോളും. എ നോട്ട് ഡാഷ് ഇൻവേഴ്സ് അപ്പുറത്ത് വരും. മൈനസ് സൈൻ പുറത്തെടുക്കാം. മൈനസ് എ നോട്ട് ഡാഷ് ഇൻവേഴ്സ് സി നോട്ട് ഡാഷ് എന്ന് എഴുതാം. ഇനി ഇവിടെ 2 ഡാഷ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് 2 ഡാഷ് എന്ന് കാണാൻ മൈനസ് എ നോട്ട് ഇൻവേഴ്സ് ഡാഷ്, ദാറ്റ് മീൻസ് എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഡാഷ് ഉപയോഗിച്ചിരുന്നത് ഈക്വൽ ടു എ ഡാഷ് ഇൻവേഴ്സ്. ഇൻവേർഷൻ ആൻഡ് ടേക്കിംഗ് ട്രാൻസ്പോസ് ക്യാൻ ബി ഇന്റർചേഞ്ച്. രണ്ടും ഒരുമിച്ച് വരുമ്പോൾ അത് ഇന്റർചേഞ്ച് ചെയ്യാം. സി നോട്ട് ഡാഷ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ ഇവിടെ ട്രാൻസ്പോസ് എടുക്കുന്ന പ്രോസസ്സ് രണ്ടിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ ഒരിടത്ത് പറഞ്ഞാൽ മതി. therefore we can write പൈ ഡാഷ്, ഇത് എഴുതിയാലും കറക്റ്റാണ്. പൈ ഈക്വൽ ടു മൈനസ് എ നോട്ട് ഡാഷ് എ നോട്ട് ഇൻവേഴ്സ് ഡാഷ് സി നോട്ട് ഡാഷ്, അല്ല എ നോട്ട് മൈനസ് എ നോട്ട് ഡാഷ് ഇൻവേഴ്സ് സി നോട്ട് ഡാഷ് എന്ന് എഴുതാം. അതിന് പകരം പൈ ഡാഷ് എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇവിടെ ട്രാൻസ്പോസ് എടുത്ത് ഇവിടെ രണ്ടിടത്തും ട്രാൻസ്പോസ് എടുത്താൽ മൈനസ് എ നോട്ട് ഇൻവേഴ്സ് സി നോട്ട്, ഇവിടുത്തെ ഡാഷ് പോകും, ഇവിടെ പൈ ഡാഷ് എടുത്തുകൊണ്ട് മൈനസ് എ നോട്ട് ഇൻവേഴ്സ് സി നോട്ട്. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പൈ ഡാഷ് ഈക്വൽ ടു മൈനസ് സി നോട്ട് എ നോട്ട് ഇൻവേഴ്സ് എന്ന് എഴുതും. ദിസ് ഈസ് ദ മെട്രിക്സ് ഫോം ഓഫ് ദ സിംപ്ലക്സ് മൾട്ടിപ്ലൈസ്. മൾട്ടിപ്ലയർ വെക്ടർ പൈ ഈസ്, പൈ എന്ന് പറഞ്ഞാൽ ഈ കോളം വെക്ടർ, പൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ വെക്ടർ പൈ 1 by 2 എക്സെട്ര പൈ എം. പിന്നെ ഡാഷ് ഉപയോഗിക്കണ്ട. പൈ ഡാഷ് മീൻസ് പൈ 1 by 2 എക്സെട്ര പൈ എം റോ വെക്ടർ. ദാറ്റ് ഇസ് അവർ സിംപ്ലക്സ് മൾട്ടിപ്ലയർ വെക്ടർ ഈക്വൽ ടു പൈ ഡാഷ് ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ പൈ 1 by 2 പൈ എം കോളം വെക്ടർ ഈക്വൽ ടു മൈനസ് എ നോട്ട് ഇൻവേഴ്സ്. Then we have to identify what are the notations. C naught means the first m coefficients of the objective function. C1 x1 plus etc. Cn xn എന്ന് എഴുതുന്നതിൽ ആദ്യത്തെ m cm വരെ ഉള്ളതുള്ളൂ. A naught means the first m coefficients of each of the equations. A11 A12 A1m വരെ 1n വരെ ഉണ്ടായിരുന്ന 1m വരെ ആദ്യത്തെ റോയിൽ നിന്ന് എടുക്കാം. A21 A22 A2m വരെ സെക്കൻഡ് റോയിൽ നിന്ന്, AM1 AM2 എക്സെട്ര AMN വരെ ഉള്ളതാണ് ആ റോയിൽ നിന്ന് AMM വരെ എടുക്കാം. ഇതല്ല A നോട്ട് പറയുമ്പോൾ ഇത് A നോട്ട് ട്രാൻസ്പോസ് ആണ് ഈ കാണുന്നത്. ഇത് A നോട്ട് ട്രാൻസ്പോസ് ആണ്. A നോട്ട് പറയുമ്പോൾ A11 A12 A1m ഫസ്റ്റ് റോ, AM1 AM2 AMM mth row. That submatrix is denoted by A naught. Notation എന്താന്ന് പറയണം. That is, in matrix form we can define the multiplier as pi dash equal to minus A naught inverse. And we can complete writing f in terms of the non-basic variables by selecting the multipliers. Multiplier select ചെയ്ത് നമ്മൾ non-basic variablesന്റെ ടേംസിൽ ഫംഗ്ഷനെ എഴുതുകയാണ്. അപ്പോൾ സിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് എഴുതാവുന്നത്? The basic variables has net evaluation zeros. അതുകൊണ്ട് C1 plus sigma AI1 by A, Cm plus sigma AI m by A, അത് 0 ആയിരുന്നു ആദ്യത്തെ m coefficients. Now the non-basic variables are, see the non-basic variable values are zeros. Therefore we can write Cj bar equal, Cj bar എന്നൊക്കെ വലിയ സ്റ്റൈലിന് എഴുതിയെന്നേ ഉള്ളൂ. Cj bar അല്ല, വേരിയബിൾസ് 0 ആണ്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. xj's m plus 1 etc. xn zeros എന്നാണ്. Therefore from equation C we can write f is equal to minus sigma I equal to 1 to m pi I bi. ഇവിടെ എഴുതുക m plus 1 to n വരെ, xm plus 1 to xn വരെ zeros ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. f is equal to minus sigma pi I bi എന്ന് എഴുതാം. ഇത് വേണ്ട. f equal to minus sigma pi I bi up to here. That is the value of the objective function at any stage of the simplex table or in the canonical form. F in terms of the non-basic variables, but the non-basic variables are already set zeros. Therefore, basic variables are absent in this expression. Therefore, f equal to minus sigma pi I bi, where pi I are the simplex multipliers. That is, if we get the simplex multipliers, we can write the value of the
objective function